പോയി ടാപ്പി ഈ ചെക്കനോട് എപ്പോഴും പറയണത് ഓടി കളിക്കുമ്പോ നോക്കണം. ചെക്കനടാ ഇല്ലടാ വേനുണ്ടോ? എന്താടാ നോക്കണ്ടേ? തൊടണ്ട. കാലം കൊണ്ട് അതിന്റെ നീരെടുക്കും അങ്ങനല്ല കുഴപ്പമില്ലടാ. ഓടിപ്പോയി പോയിട്ട് കാര്യം. പോയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ പകല് ചൂടും രാത്രി മഴയും. പിന്നെ ഒരു വീട് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിക്കണം എന്താ അറിയോ, നാട്ടുകാർ കാണുമ്പോൾ വലുപ്പത്തിലൊരു വീട് ബാക്കിലില്ലായിരുന്നെങ്കിലേ ഈ ലീക്ക് കാരണം നമ്മൾ കോംപ്ലക്സ് അടിച്ച് മരിച്ചേനെ. അല്ല ഖദീജ? അതെ, നിങ്ങളിപ്പോൾ തൽക്കാലം ആ പാത്രം എടുത്ത് മാറ്റി വലിയ ബക്കറ്റ് എടുത്ത് വെക്കി പ്രാർത്ഥന ചൊല്ലിയോ. ആ ലൈറ്റ് ഓഫ് ആക്കിയാലേ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഉറക്കം വരും. അല്ല നെറ്റൊക്കെ ആകെ കീറി പറഞ്ഞു മര്യാദക്ക് നോക്കാത്തോണ്ട്. അതാ പിന്നെ അമ്മേനെ വിരുന്ന് നിൽക്കണ എവിടെ? അതാടാ എവിടെ? ആ ഹായ് മിന്നാമിനി. ഹലോ അമ്മ നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ലടാ, ആടെ തരണ്ടോ? ഇവിടെ ഇല്ലമ്മ, കറണ്ട് പോയി. ആ അവിടെ ഇല്ല, നല്ല കാറ്റുണ്ട്. അല്ല അപ്പുറത്ത് ആ തെങ്ങ് വലിച്ചിട്ട് കമ്പി പൊട്ടിയതല്ലേ? ആ നിങ്ങള് എന്റെ മുറിയിൽ പോയി കിടന്നോളി, ആരങ്ങനെ പൊട്ടി വീകാനൊന്നും ഇല്ലല്ലോ. ഓരൊക്കെ ഉറങ്ങിയമ്മ, പിന്നെ വീഴാനുള്ളത് എവിടെയാണെങ്കിലും വീഴില്ല. നിങ്ങൾ കിടന്നോളിന്നാ, അത്യാവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ മാറിക്കിടന്നോളാം. ശരി. ശരി. ഭാഗ്യത്തിന് വീടിന്റെ മുകളിലേക്ക് വീഴാഞ്ഞത്. കിണറ്റിന്റെ മുകളിലേക്ക് വീണേ. എല്ലാരും ഇവിടെയുണ്ട്. ഏത് തെങ്ങാണ്ടാ വീണ്? നിങ്ങൾ എടുക്കുന്ന റൂമിന്റെ ഭാഗത്തുള്ളത്. ഇതെന്താ നിങ്ങളിങ്ങനെ കുന്തിച്ചിരിക്കല്ലേ? ഓൻ കുന്തിച്ചിരുന്നോട്ടെ, ഓന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും കുന്തിച്ചിരിക്കും. ഈ വീണ തെങ്ങ് അങ്ങട്ടാ വീണെന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാലോചിക്കുമ്പോ ഞാനും കുന്തിച്ചിരുന്നു. ബഷീർക്ക, നിങ്ങളെ തേങ്ങ അടിക്കി അല്ലെ വെള്ളം കറുത്തു പോവേ. ഒരുപാട് തേങ്ങ തെങ്ങായിനി, ഇത് കണ്ട ഉമ്മച്ചിക്ക് സങ്കടമാവും. ഓ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. തെങ്ങ് ചതിക്കൂല എന്ന് വീമ്പിളൊക്കെ ആയിരിക്കുള്ള പണിയത്. എനിക്കറിയണേ തെങ്ങിന്റെ കഥ. കഥ എൻ്റെ ഉമ്മൻ്റെ പ്രാർത്ഥന, ആ കരുതൽ, അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അല്ലാത്ത അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ സപ്പോർട്ട് എല്ലാം മറ ഭാഗത്തൊന്നും ഉണ്ടാവില്ലേ? അതില്ലാന്നല്ല, ഞാൻ പക്ഷെ എൻ്റെ ഉമ്മൻ്റെ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. അതാ എൻ്റെ കോൺഫിഡൻസ്. മോനെ വാങ്ങിയതേ, എന്റെ മക്കൾക്കൊന്നും പറ്റില്ലല്ലോ, പഠിച്ചവന്റെ കാവല്. നല്ല കായുള്ള തെങ്ങയിനി, കേടുകൊണ്ട് പൊട്ടിയതാ. ഗിരിയെ, തെങ്ങും തേങ്ങയൊക്കെയാണോ ഉമ്മക്ക് കാര്യം? അതൊക്കെ ഉമ്മക്ക് പിന്നെ ഉണ്ടാക്കിക്കൂടെ? കിണറ്റിലേക്ക് കുറച്ച് തേങ്ങ പോയിക്കുന്ന എനിക്ക് തോന്നുന്നു. തേങ്ങനേക്കാൾ കൂടുതൽ ഇളന്നിയാ. തെങ്ങായ വളം ചെയ്യണം, തേങ്ങ വലിച്ചിട്ടാൽ മാത്രം പോരാ. തെറിച്ചുപോയ തേങ്ങയും ഇളനീരും കൊതുമ്പും ഒക്കെ വേറെ വേറെ വെക്കണം. ആസ്മാവി സൂറാവി വന്നാൽ കൊടുക്കാലോ. ആ പിന്നെ ആർക്കെന്താ വേണ്ട ചെഞ്ഞെടുത്തോ, ബാക്കിയെല്ലാം ഓരി വെച്ച് തടി സലാമത്താക്കാലോ. കരുതല എന്താ തുറച്ചു നോക്കുന്നത്? ഓതി വെക്കാണ്ട് എല്ലാം കൂടെ എനിക്ക് ഒന്നായിട്ട് വേണോ? ഈ തെങ്ങെങ്ങാനും ഈ വീടുമക്ക് വീണ് ഞങ്ങളെല്ലാരും മരിച്ച് മയ്യത്ത് കബറടക്കുമ്പോ നിങ്ങൾ ഈ തേങ്ങയും ഓല ഓതി വെക്കായിരിക്കും. എന്താണ്ടാ പറയുന്നത്? ആർക്ക് വല്ല ഓർമ്മയുണ്ടോ ഈ പറയുന്നത്? അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ അവസ്ഥയിൽ ഓതി വെക്കാൻ? നിങ്ങൾ എൻ്റെ ജീവൻ ഒരാളെ നിന്റെ വില പോലും കാണുന്നില്ലേ? നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. എനിക്കറിയാം, പറയുമ്പോൾ തേനും പാലും ഒഴുക്കും, ഒന്നുള്ളൂ തട്ടിയിട്ടല്ല. ഓ പറയുന്നു നോക്ക്, ഈ കണ്ണു ചോരില്ലാത്ത ഭർത്താനോ അന്നെ തലയിൽ വെച്ച് നടന്നേനെ എനിക്ക് ഇതെന്നെ കിട്ടണടാ. ആ 24 എന്നെ പ്രേമിച്ച് കെട്ടുമ്പോ മഹർ കൊടുക്കാനില്ലായിട്ട് എന്റെ കൈത്തൽ ചെയിൻ ഒരു ഞാൻ കൊടുത്ത് അതോൻ ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. എന്നിട്ടപ്പോ ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞോളി. ഈ എന്റെ സ്നേഹത്തിന്റെ കണക്ക് പറയുമ്പോ ഞാൻ ഇതും പറയും, എന്റെ അപ്പുറവും പറയൂ. ആ ഓളെ ഓർത്താ ഓള് നല്ലൊരു കുട്ടിയായി പോയി. ഓരിന്റെ സ്വഭാവം എന്റെ കൂടെ ആരാണ്ട നിക്കുക.